ആ പ്രിയമുള്ളവരെ, എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ എന്തോ കാണാൻ മിസ്സിങ് ആയി. ഇവർ ഒരു 5 ലക്ഷം രൂപ ഈ പറയുന്ന പൈമി വിജയം വാങ്ങിക്കുകയും എന്നിട്ട് ആവശ്യമില്ലാത്ത പറയുകയും ചെയ്യുകയാണ്. ഈ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യ എന്തോയിലും പ്രാന്ത, അവർക്ക് പ്രാന്തായിരുന്നു എന്ന് നേരത്തെ അറിയാം. അവർക്ക് ഈ മാനസിക രോഗമുണ്ട്. അതെന്ന് പറയുന്നത് നാസിസ് ഡിസോർഡർ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന രോഗമുണ്ട്. ഇവർക്ക് തന്നെയല്ല, ഈ മൂത്ത ആളുടെ ഭാര്യയ്ക്കും ഉണ്ട്, ഭർത്താവിനും ഉണ്ട്. അതിന് ഞാൻ ഈ കിടന്ന് എൻ്റെ കാര്യം പ്രൈവറ്റായിട്ട് വിളിച്ചു പറഞ്ഞ് എനിക്ക് മാനസിക രോഗമുണ്ട്, വൈകല്യമുണ്ടെന്നും പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ? ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അത് ഇവർ തീർക്കേണ്ടതാണ്. എന്നിട്ട് ഇവർ പറയുന്നത് ഈ രണ്ടാമത്തെ അയാളുടെ ഭാര്യ പറയുന്നത്, ഞാൻ ഇനി എൻ്റെ രണ്ടാമത്തെ അമ്മാവൻ്റെ മോളെ അവർ കല്യാണബന്ധം വേർപെട്ട് നിൽക്കുന്നതിന് ഞാൻ ഇനിയും പോയി രണ്ടാമൻ കെട്ടാണ്. എൻ്റെ മോനും ഭാര്യയും ഉള്ളപ്പോഴത്തേക്ക് ഞാൻ എന്നത്തിനെ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ബലിയാടാക്കുന്നത്? എനിക്കതിന് സമ്മതവും അല്ല, എനിക്കൊട്ടും വേണ്ടാവാനും. ആവശ്യമില്ലാത്ത ബന്ധങ്ങളും ഇനിയും വെള്ളിയാഴ്ച ഒന്നും വേണ്ട. ഇനി ഞങ്ങളാരും അവിടേക്ക് വരികയല്ല, ഞങ്ങൾ കൊച്ചിയിൽ തന്നെ താമസിക്കും. എൻ്റെ ഭാര്യയും കുഞ്ഞും എനിക്ക് കിട്ടണം. അത് ആരെല്ലാം ആണില്ല, അത് ആണ്ടൊരു പ്രീതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ കാര്യം നോക്കി അവരുടെ മോനാണ് എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോളെ കെട്ടിയേക്കുന്നത്. അവരവരുടെ കാര്യം നോക്കിപ്പോവുക. എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. എന്നെ കാണിക്കാതെ കുറേ നാളുകളായിട്ട് ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട്, ഇയാൾ 2-3 പേരും കൂടെ 4 പേരും കൂടെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത ബ്ലാക്ക് മെയിൽ ചെയ്ത് എൻ്റെ കുടുംബജീവിതം തകർക്കരുത്. കുടുംബജീവിതം തകർക്കാൻ നോക്കിയാൽ ഞാനത് ഇതിൻ്റെ അസോസിയേഷൻ സെക്രട്ടറിയെ കണ്ട് ഞാൻ കാര്യങ്ങളും ബോധിപ്പിക്കും. ഇയാൾക്കെതിരെ നടപടിയായിരിക്കും. ഇയാളുടെ കാര്യം നോക്കുക. ഇയാളുടെ ഭാര്യ ആദ്യമായ ആകാംക്ഷ എന്നാത്തിന് ഇയാളുടെ ഭാര്യയുടെ ആൾക്കാരുമായിട്ട് പോകണം. എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. ഈ മൂത്തയാളെ, പിന്നെ രണ്ടാമത്തെ അയാളുടെ കുടുംബകാര്യവുമായിട്ട് പോകാം. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ അവിടെ നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തണമെന്ന്. ഞങ്ങളാരും പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്, ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകും. ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ സ്ഥലം കൊച്ചിയാണ്, അവിടേക്ക് പോകുന്നത്. അതിന് ഞങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കണ്ട. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് പോകും.